അംശു വാമദേവൻ, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾ മേയർ ആര്യ രാജേന്ദ്രനെ ഈ കുഴികൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, തലസ്ഥാനത്തെ നഗരത്തിലെ ബൈറോഡുകളെല്ലാം ഏകദേശം ഒരേ സമയത്ത് പൊളിക്കുന്നു, അത് വലിയ യാത്രാ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇതൊക്കെ എന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മേയർ പറയുന്നത് മാർച്ച് 24 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ്. നമുക്കറിയാം സർക്കാർ കാര്യം മുറ പോലെയാണ്, ചട്ടപ്പടിക്കാണത്. മാർച്ച് 24 എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും മാർച്ച് ഉണ്ടല്ലോ എന്നാണ് സാധാരണഗതിയിൽ സാധാരണക്കാർ തിരിച്ചു ചോദിക്കാറ്. പക്ഷേ എന്നാലും ഒരു പ്രതീക്ഷയാണ്. ഒരു മേയർ ഉത്തരവാദിത്വത്തോടെ പറയുന്ന ഡേറ്റ് ആണല്ലോ. 56 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന മാർച്ച് 24 പിന്നിട്ടിട്ട്. എന്തുകൊണ്ട് വൈകുന്നു? ഇതിനെ സംബന്ധിച്ച് മേയറാന്ന് കൃത്യമായി പറഞ്ഞാണ്. നമ്മൾ ആ വർക്ക് വളരെ വേഗത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് സിറ്റിയുടെ വർക്ക് പ്രത്യേകിച്ച് അവരുമായിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിരവധിയായിട്ടുള്ള യോഗങ്ങൾ മന്ത്രിയുടെ നേതൃത്വത്തിലും മേയറുടെ നേതൃത്വത്തിലും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് നമ്മൾ യോഗം കൂടുകയും അതിൻ്റെ ഒരു പ്രത്യേകം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി നല്ല നിലയിൽ ആ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സ്വാഭാവികമായും മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ ഉണ്ടായിരുന്നതിനൊക്കെ പരിഹരിക്കാനും അത് വർക്ക് വേഗത്തിലാക്കാനും അത് കോൺട്രാക്റ്റ് എടുത്തിരുന്ന ആളുകൾ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി ആ വർക്ക് ചെയ്യാത്ത ആളുകളെ മാറ്റി നിർത്തുന്ന സമീപനം ഉണ്ടാക്കുകയും പുതിയ കരാറുകാരെ ഏൽപ്പിക്കുകയും വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ടെന്നുള്ള കാര്യത്തിൽ വസ്തുത തന്നെയാണ്. അത് വളരെ വേഗം നമുക്ക് പൂർത്തീകരിക്കാനും കഴിയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ വാക്ക് പാലിക്കാതിരിക്കുകയും അല്ലെങ്കിൽ മനഃപൂർവ്വം വർക്ക് നടക്കാതിരിക്കുകയും ചെയ്തൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ആ നിലയിലുള്ള നിരവധിയായിട്ടുള്ള ഇതിൻ്റെ പ്രോസസ്സ് നല്ല നിലയിൽ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ അത് നമുക്ക് നടത്താൻ കഴിയുന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കിക്കാൻ കഴിയും. ഈ മാർച്ച് 24 അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു പോയി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരു ഡേറ്റ് നഗരസഭയുടെ മുന്നിലുണ്ടോ? എന്ന് പൂർത്തിയാക്കാൻ കഴിയും എന്നതൊരു ചോദ്യമാണ്. അത് മഴക്കാലം വരികയാണ്, ഇതിനിടയിൽ ഈ പണി നടക്കില്ല എന്ന് അംശുവിനും അറിയാമല്ലോ. തീർച്ചയായിട്ടും. അതിനകത്ത് ഇപ്പോൾ അവരെ വർക്ക് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള യോഗം ബുധനാഴ്ച കൂടുന്നുണ്ട്. അപ്പോൾ ആ യോഗത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്ക് ആ യോഗത്തോടു കൂടി നമുക്ക് തീരുമാനിക്കാൻ കഴിയും. നിലവിലുള്ള വർക്കുകളുടെ പ്രോഗ്രസിനെ സംബന്ധിച്ചും നിലവിലുള്ള സ്റ്റാറ്റസിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മേയർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭ്യമായിട്ടുമുണ്ട്. അതനുസരിച്ചാണ് ബുധനാഴ്ചത്തെ യോഗത്തിനകത്ത് നമുക്കൊരു കട്ട് ഓഫ് ആയിട്ടുള്ള ഡേറ്റ് പറയാൻ കഴിയും. ഓക്കെ, ശരി, അതും അവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം മറ്റതിഥികളിലേക്ക് പോകാം. ഈ ചർച്ചയുടെ തുടക്കത്തിൽ വളരെ ഹരിതാഭമായ ഒരു കാഴ്ച അങ്ങ് കണ്ടല്ലോ. അത് ആമേഴഞ്ചാൻ തൊട്ടിലെ മുട്ടത്തറയിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറാമാൻ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇതാണോ നമ്മുടെ നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണം മുന്നോട്ട് പോകുന്നതിൻ്റെ ഉത്തമ മാതൃക? നമ്മൾ എല്ലാവരും കണ്ട കാഴ്ച തന്നെയാണ് അത്. സ്വാഭാവികമായും നമുക്ക് ഖേദകരമായിട്ടുള്ള കാഴ്ച തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. പക്ഷേ ഇതിനകത്ത് നഗരസഭയെ നമ്മൾ അതിന് പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നഗരസഭ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനകത്ത് കുറവുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്താനൊക്കെ നഗരസഭ തയ്യാറാണ്. അത് പ്രതിജ്ഞാബദ്ധവുമാണ്, അത് ബാധ്യസ്ഥരുമാണ്. പക്ഷേ നഗരസഭ ചെയ്ത കാര്യങ്ങളെ കാണാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആ നഗരസഭയുടെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ കൂടി എനിക്ക് പറയാനുള്ളത്. ആ നഗരസഭ 100 വാർഡിലെ കൗൺസിലർമാരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് രൂപം കൊടുത്തുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നഗരസഭ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അത് രൂപീകരിക്കുകയും അത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കി അത് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ച് ആ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ ഫ്ലോറിലിരുന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ സമയത്തും ഒക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നഗരസഭയുടെ ഓടകൾ വൃത്തിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ടൊരു ജോലി നമ്മൾ എല്ലാ കാലവും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1458 വർക്കുകൾ, ആ വർക്കുകൾ എങ്ങനെയാണ് വരുന്നത്? ഓരോ കൗൺസിലർമാരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഓരോ കൗൺസിലർമാരും നൽകുന്ന പ്രധാനപ്പെട്ട അവരുടെ വാർഡുകളിൽ വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് വൃത്തിയാക്കേണ്ട ഓടകളെ സംബന്ധിച്ച് ലിസ്റ്റ് എടുക്കുകയും ആ ലിസ്റ്റ് അനുസരിച്ച് 1458 വർക്കുകൾ ചെയ്യുകയും ചെയ്തു. 60% വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കേണ്ടത് 6-ാം തീയതി ആക്ഷൻ പ്ലാൻ അംഗീകരിച്ചതിന് ശേഷം. വാമദേവൻ, നല്ല രീതിയിൽ പണികൾ പുരോഗമിക്കുന്നുണ്ട് സ്മാർട്ട് സിറ്റിയുടെ, അങ്ങ് പറഞ്ഞതാണ്. മറ്റൊരു ഡേറ്റ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നുണ്ട്. മന്ത്രിയുടെ, മേയറുടെ, നിങ്ങളുടെ കൗൺസിലർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞതാണ്. ആമേഴഞ്ചാൻ തൊട്ടിൽ തെങ്ങു മുളച്ചു നിൽക്കുന്നത് ഖേദകരമാണ്, അങ്ങ് പറഞ്ഞതാണ്. ഇതിൽ ഞാൻ തെങ്ങ് മുളച്ചു നിൽക്കുന്നത് ഖേദകരമൊന്നല്ല ഞാൻ പറഞ്ഞു. അത്തരം കാഴ്ചകൾ എന്ന് പറയുന്നത് അതിന് നഗരസഭയാണ് കാരണം. ഒരു നിമിഷം ശ്രീ അംശു വാമദേവൻ, ഞാൻ ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിന് പരിഹാരം കാണാൻ നഗരസഭ തയ്യാറാണ്, ബാധ്യസ്ഥരാണ്. നഗരസഭയ്ക്കും 100 വാർഡുകളിലെ കൗൺസിലർമാർക്കും ഉത്തരവാദിത്തമുണ്ട്. അതനുസരിച്ചാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഫ്ലോറിലിരുന്ന് ചർച്ച ചെയ്തു. എന്നിട്ട് എന്തു നടപ്പിലായി എന്ന് ചോദിക്കുന്നത് ഈ നാട്ടിലെ നാട്ടുകാരാണ്. നിങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാകും, നിങ്ങൾക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടാകും, ഫീഡ്ബാക്ക് ഉണ്ടാകും. പക്ഷേ മഴ പെയ്താൽ വീട്ടിൽ വെള്ളം കയറുന്നവർക്ക് നിങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ നോക്കി, കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളക്കെടുതി അനുഭവിച്ചൊരു സ്ഥലമാണ് കമലേശ്വരം. ആ കമലേശ്വരം പ്രദേശത്ത് ഈ പ്രാവശ്യം നമുക്ക് നമ്മൾ നഗരസഭ ചെയ്ത വർക്കിൻ്റെ ഭാഗമായി തന്നെ ഈ പ്രാവശ്യം നമുക്ക് അവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോഴും ഞാൻ അന്ന് ഇതേ ഫ്ലോറിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ സാധാരണ നിലയിൽ വെള്ളക്കെട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലല്ലാതെയാണ് കഴിഞ്ഞ തവണ വെള്ളക്കെട്ടുണ്ടായത്. അപ്പോൾ അത്തരം ചില ഹോട്ട്സ്പോട്ടുകളെ കൃത്യമായി നമുക്ക് മോണിറ്റർ ചെയ്ത് അവിടെ ആദ്യമേ നമുക്ക് വർക്കുകൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെട്ടുകാട് പ്രദേശത്തെ ബാലനഗർ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ മഴ മാനമൊന്ന് ഇരുണ്ടാൽ അപ്പോൾ വെള്ളം നിറയുന്ന സ്ഥലങ്ങളാണ്. അവിടെ നമുക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അട്ടക്കുളങ്ങരയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ആ ഒരു 3-3.5 മണിക്കൂർ നിന്ന മഴയിൽ പോലും ഒരു വെള്ളം കയറുന്ന സമീപനം ഉണ്ടായി. നേരത്തെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അട്ടക്കുളങ്ങരയിൽ അങ്ങനെ വെള്ളം കഴിഞ്ഞ തവണത്തെ വലിയ മഴയിൽ 12 മണിക്കൂർ നിന്ന മഴയിൽ പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളം കയറി എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ അവിടെ രാമേന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന കനാലിനകത്ത് അതിൽ ഒരു സ്ലാബ് ഈ മഴയത്ത് തന്നെ ഇടിഞ്ഞ് അതിനകത്ത് വീഴുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിപ്പോൾ നീക്കിയിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ അവിടെ അതിൻ്റെ ക്ലീനിങ് മുഴുവൻ നടത്തുകയും സ്ലാബുകൾ മുഴുവൻ മാറ്റുകയും ആ വെള്ളം പമ്പ് ചെയ്ത് കളയുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വന്ന മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്ത് ആ വെള്ളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതില്ല എന്ന് പറയുന്നത് ശരിയായുള്ള കാര്യമല്ല. മുൻകൂട്ടി കാണാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജീവിച്ചു തുടങ്ങിയിട്ടും ഇവിടെ ഈ മഴയുണ്ടായി തുടങ്ങിയിട്ടും കാലങ്ങളേറെ ആയല്ലോ ശ്രീ അംശു. ഈ പറയുന്ന വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന കാലം ഏതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ തവണ വെള്ളം കയറിയെടുത്ത് ഇത്തവണ വെള്ളം കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഷിഫ്റ്റ് വെച്ച് വെള്ളം കയറുന്ന ഒരു പദ്ധതിയൊന്നുമല്ല നമ്മൾ നടപ്പിലാക്കുന്നത്. എല്ലായിടത്തും ജനങ്ങൾക്ക് ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതെന്ന് കാണാൻ കഴിയണം. നഗരസഭ ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു തർക്കമില്ല. പക്ഷെ ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് ചെയ്തു എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ വെള്ളം കയറിയ വെള്ളം കയറാത്തത് ഇപ്പൊ കയറിയില്ല എന്ന് പറയുന്നത് അത് ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞതല്ല. മുൻകൂട്ടി ചെയ്യാൻ കഴിഞ്ഞതാണ്. ഞാൻ പറയുന്നത് ആയിക്കോട്ടെ. ഞങ്ങൾ പറയുന്നത് ആ ചെയ്ത പ്രവർത്തനമാണ് പറഞ്ഞത്. ആ കോൺഫിഡൻസിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളോട് ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ജനം അധികാരം ഏൽപ്പിച്ചത്. അപ്പൊ ചെയ്തത് ഒരു വലിയ ഔദാര്യമല്ല. ഞാൻ പറയാത്ത കാര്യം എന്റെ നാവിൽ തിരികണ്ട. ഞാനത് ഔദാര്യമായിട്ടല്ല പറഞ്ഞത്. ചെയ്ത കാര്യങ്ങളെ കാണണം. നഗരസഭ ഒന്നും ചെയ്തില്ല എന്നും ഇതൊരു ഹരിതാപമായിട്ടുള്ള നഗരമാണെന്നുകൊണ്ട് ഇൻട്രോ കൊടുത്തല്ലോ. ആ ഇൻട്രോ കൊടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെയ്ത കാര്യങ്ങളെ ചെയ്തെന്ന് നിങ്ങൾ പറയും, ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തില്ല നിങ്ങൾ പറയും. ചെയ്ത കാര്യങ്ങൾ ചെയ്തെന്നും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് നിങ്ങൾ പറയും. ഞങ്ങൾക്ക് തർക്കമില്ല. തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിന് ബാധ്യസ്ഥരാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നതിന് മാത്രമേ എനിക്ക് തർക്കമുള്ളൂ. ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചെയ്യാതെ പോയ കാര്യങ്ങൾ നിങ്ങളുടെ വീഴ്ചയാണ് ജനങ്ങളുടെ കണ്ണിൽ എന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ പറയുന്ന 360 ദിവസം നിങ്ങൾ ഫയലിന് മുകളിൽ കുത്തിനിൽക്കുകയാണ് എന്നുള്ള വാദമൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്തം, ജനമേൽപ്പിച്ച ഉത്തരവാദിത്തം. ചെയ്യാതെ പോയത് നിങ്ങളുടെ വീഴ്ച എന്നുള്ളതാണ്. ചെയ്യാതെ പോയത് എന്ന് പറയുന്നിടത്താണ് എനിക്ക് തർക്കമുള്ളത്. ഒന്നും ചെയ്യാതെ പോയിട്ടില്ല എന്നാണോ? ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. ചെയ്യാതെ പോയ ചില കാര്യങ്ങളുണ്ട് എന്നതാണ് വിഷയടക്കം കാണിച്ചത്. ചെയ്യാതെ പോയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ചെയ്യാതെ പോയ കാര്യം ചൂണ്ടിക്കാണിക്കണ്ടേ? ചെയ്യാതെ പോയ കാര്യം നിങ്ങൾക്ക് ഈ പുകമറ, നിങ്ങൾക്ക് ഈ പറയുന്ന മാധ്യമ വിചാരണ, നിങ്ങൾക്ക് ഈ പറയുന്ന മാപ്രകളുടെ ഗൂഢാലോചന എന്ന് പറഞ്ഞ വാക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് വെച്ച് ക്യാപ്ഷൻ ഉണ്ടാക്കി അതൊക്കെ പറഞ്ഞാൽ പോരാ. അല്ലല്ല, ഇന്ന് തലസ്ഥാനത്ത് അവനവന്റെ കൂടും കുടുക്കയും എടുത്ത് കട്ടിലിന് മുകളിൽ കയറി നിൽക്കുന്ന ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് എന്നൊരു ധാരണ ഉണ്ടായാൽ മതി. അതൊക്കെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചെയ്ത കാര്യങ്ങളെ ചെയ്തു സമ്മതിക്കാൻ ചെയ്ത കാര്യങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ ബജറ്റ് പ്ലാൻ ഞാൻ ഇവിടെ എടുത്ത് വെച്ച് വായിക്കാം. ഇതൊക്കെ നമ്മുടെ നഗരസഭ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഈ പറയുന്ന വെള്ളക്കെട്ടിന്റെ ഒറ്റ കാര്യത്തിൽ അവരോട് ക്ഷമിക്കണം, മോശമല്ലേ, പാവങ്ങളല്ലേ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പരിഹരിക്കണം എന്നുള്ളത് നിങ്ങളുടെ പക്ഷമല്ല, ജനങ്ങളുടെ പക്ഷമാണ്. ജനങ്ങളുടെ പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകരായ ഞങ്ങളുടെ പക്ഷം ജനങ്ങളുടെ പക്ഷം തന്നെയാണ്. ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണെന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങളുടെ പക്ഷത്താണെന്ന് ഞങ്ങൾക്കറിയാം. ഈ പറയുന്നത് പോലെ ഞങ്ങൾ ജനപക്ഷത്താണെന്നുള്ളത്, ഞങ്ങൾ ഏത് പക്ഷത്താണെന്നുള്ളത്, ജനങ്ങളുടെ പക്ഷത്താണെന്നുള്ളത്, അവരുടെ ഹൃദയപക്ഷത്താണ് ഞങ്ങളെന്നുള്ളത് ജനങ്ങൾക്കറിയാം. കുറ്റബോധം കൊണ്ടായിരിക്കും.